RCB അങ്ങനെ ഹോം ഗ്രൗണ്ടിലെ ശാപം മാറ്റിയിട്ടുണ്ട്. വളരെ മികച്ചൊരു മത്സരത്തിൽ രാജസ്ഥാനെ പരാജയപ്പെടുത്തി. എന്താ പറയുന്നത്, മികച്ചൊരു മത്സരം തന്നെയായിരുന്നു. കാരണം RCBക്ക് ഒരുപാട് പേരുദോഷങ്ങളും ഒരുപാട് വിമർശനങ്ങളും ഒക്കെയും ഈ പറയുന്ന പോലെ ഹോം മത്സരത്തിൽ പരാജയപ്പെട്ടതിന്റെ പിന്തുടർന്നുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെയൊക്കെ ഈ പറയുന്ന പോലെ പേരുദോഷമൊക്കെ മാറ്റിയിട്ട് നല്ല അന്തസ്സായിട്ട് RCB പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഹോം ഗ്രൗണ്ടിലാണെങ്കിലും എവേ മാച്ചിലാണെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ അറിയാമെന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ RCBയുടെ ആ ഒരു അപ്രോച്ച് വളരെ മികച്ചത് തന്നെയായിരുന്നു. ഇന്ന് രാജസ്ഥാൻ നല്ലപോലെ പൊരുതിയെങ്കിലും ഈ പറയുന്ന പോലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ടോസ് കിട്ടുന്നവർക്ക് കുറച്ചുകൂടെ മുൻഗണന ഉണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ജയിക്കാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് അതൊന്നും അല്ല. പക്ഷേ ടോസ് കിട്ടിയാൽ അവർ ഇതുപോലെ സെക്കൻഡ് ബാറ്റിംഗ് എടുക്കുന്നത് കുറച്ചുകൂടെ വിജയിക്കാൻ സാധ്യതയുള്ളൊരു ഡിസിഷനാണ്. എന്നിട്ട് പോലും രാജസ്ഥാൻ അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് രാജസ്ഥാന്റെ ആ ഒരു വീക്ക് സൈഡ് ഈ പറയുന്നത് അത്രയും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോൾ തന്നെയും RCBയുടെ മാറ്റി കുറയുന്നില്ല. കാരണം അവർ ഏറ്റെടുത്തൊരു ചലഞ്ച്. അപ്പം എതിരെ മത്സരിക്കുന്ന ഏത് ടീമായാലും, അതിപ്പോ സീസണിൽ ഈ പറയുന്ന പോലെ നല്ല പ്രകടനം കാഴ്ചവെക്കാത്ത ടീമാണെങ്കിലും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണെങ്കിലും എന്തും ആയിക്കോട്ടെ, ഈ ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിയിട്ട് അവിടെ 200 എന്നുള്ളൊരു സ്കോർ ഈ പറയുന്ന പോലെ അടിച്ചെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ 205 എന്നുള്ളൊരു സ്കോർ ഈ പറയുന്ന പോലെ എടുക്കുക എന്നുള്ളത് RCBയുടെ ഭാഗത്തുനിന്നും അവരിട്ട എഫേർട്ടും അവരുടെ ഒരു പ്ലാനിങ്ങും എല്ലാം ഈ പറയുന്ന പോലെ ഒന്നിനൊന്നിന് മെച്ചമാണ് എന്ന് തന്നെ പറയാനുള്ളൂ. അപ്പൊ RCB ആ ഒരു തിരിച്ചുവരവ്, തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ ഒരു വിജയം നേടിയിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഈ പറയുന്ന പോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഈ പറയുന്ന പോലെ ഇനിയും RCBക്ക് ഇനിയും മുന്നിൽ ഈ പറയുന്ന പോലെ വിലങ്ങ് തടിയായിട്ടോ അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറയ്ക്കാനോ തക്കവണ്ണമായിട്ടോ ഒരു കാര്യങ്ങളും ഇല്ല. അപ്പൊ RCB കുറച്ചുകൂടെ ഫ്രീ ആയി, കുറച്ചുകൂടെ ഇനി 3ാം സ്ഥാനത്താണ് RCB ഇപ്പൊ എത്തിയിരിക്കുന്നത്. അപ്പം വളരെ നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു. ഇവിടെ ഇപ്പൊ എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും വിരാട് കോഹ്ലി എന്നൊരു ബാറ്ററിന്റെ കാര്യമാണ്. കാരണം സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്ത ആ ഒരു ശൈലി വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 42 ബോളിൽ 70 റൺസ് എടുത്തിട്ട് ഈ പറയുന്ന പോലെ മികച്ച രീതിയിൽ ഈ പറയുന്ന ഒരു എന്താ പറയുക മുന്നിൽ നിന്ന് നയിച്ചു എന്ന് പറയുന്ന രീതിയിലേക്ക് വിരാട് കോഹ്ലി മാറി. അത് തന്നെയാണ് RCBയുടെ ഈ ഒരു വിജയത്തിൽ. കാരണം അത് ഈ പറയുന്ന പോലെ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ അത്രയും ടഫായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അവിടെ വിരാട് കോഹ്ലിയെ പോലൊരു ആള് കളിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് കളിക്കുന്നത്? അപ്പോൾ ആ ഒരു ഇന്നിങ്സ് എടുത്തു പറയേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സെഞ്ചുറി മണത്ത് ഒരു ഈ പറഞ്ഞ മത്സരമായിരുന്നു. സെഞ്ചുറി ആയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അന്യായ മാസമായേനെ. കാരണം ആ ഒരു പിച്ചില് ഈ പറയുന്ന പോലെ ആദ്യം ബാറ്റ് ചെയ്ത് സെഞ്ചുറി അടിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ല. 70 തന്നെ ചെറിയ കാര്യമല്ല. അപ്പൊ സെഞ്ചുറി ആയിരുന്നെങ്കിൽ വേറെ ലെവലായേനെ. പക്ഷെ എന്തായാലും ഒരു വിന്നിംഗ് നോക്ക് തന്നെയാണെന്ന് നമുക്ക് പറയാം. 70 റൺസ് നേടി 42 ബോളിൽ. പിന്നെ ദേവദത്ത് പടിക്കൽ ഈ പറയുന്ന വിരാട് കോഹ്ലിയുടെ കൂടെ മികച്ചൊരു കൂട്ടുകെട്ടുണ്ടാക്കി. 27 ബോളിൽ 50 റൺസാണ് ദേവദത്ത് പടിക്കൽ എടുത്തിട്ടുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് തന്നെ ഇറക്കിയ ഒരു താരമാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു ബാറ്റ് ചെയ്തു. അവസാനം പിന്നെ നമ്മുടെ ടിം ഡേവിഡിന്റെ ചെറിയൊരു രീതിയിലുള്ള വെടിക്കെട്ട് കൂടി ആയപ്പോഴത്തേനും 205 എന്നുള്ള സ്കോറിലോട്ട് എത്തി. അവസാനത്തെ ഒരു 16 കഴിഞ്ഞിട്ടുള്ള ഓവറുകൾ ഒക്കെയും ഈ പറഞ്ഞ രാജസ്ഥാൻ നല്ല രീതിയിൽ തന്നെ RCBയെ വരിഞ്ഞു മുറുകിയിരുന്നു. അല്ലെങ്കിൽ ഇതിനേക്കാൾ മണ്ടയ്ക്ക് പോയേനെ. എങ്കിലും ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും മികച്ച ഒരു ടോട്ടൽ തന്നെയായിരുന്നു RCB കൊടുത്തിട്ടുള്ളത്. രാജസ്ഥാന്റെ ബോളിംഗിൽ ഈ പറയുന്ന ആർച്ചർ എടുത്തു പറയേണ്ടതാണ്. 4 ഓവറിൽ 33 റൺസിന് 1 വിക്കറ്റ് നേടി. അതുപോലെ തന്നെ ഹസരംഗ 4 ഓവറിൽ 30-ന് 1 വിക്കറ്റ് നേടി. ഇവർ രണ്ടുപേരാണ് കുറച്ചുകൂടി എടുത്തു പറയാനുള്ളത്. സന്ദീപ് ശർമ്മ വിക്കറ്റ് ഈ പറയുന്ന 2 വിക്കറ്റ് നേടിയെങ്കിലും റണ്ണ് കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഈ പറയുന്ന പോലെ ഭയങ്കര നല്ല മനസ്സുള്ള ഒരാളാണ് സന്ദീപ് ശർമ്മ. 45 റൺസാണ് സന്ദീപ് ശർമ്മ എടുത്തിട്ടുള്ളത്. അപ്പം സന്ദീപ് ശർമ്മ ഈ റൺസ് വിട്ടുകൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ രാജസ്ഥാന്റെ മത്സരത്തിന് ശേഷമുള്ള വീഡിയോയിൽ നമ്മളത് പറഞ്ഞിരുന്നു. രാജസ്ഥാൻ ടീമിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഈ പറയുന്ന സന്ദീപ് ശർമ്മയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ശാപം എന്ന് പറയുന്നത് സന്ദീപ് ശർമ്മയുടെ ബോളിംഗ് തന്നെയാണെന്ന്. അത് ഈ കളിയിലും പറഞ്ഞ പോലെ മുഴച്ചു നിന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറുപടി ബാറ്റിങ്ങിൽ ഈ പറഞ്ഞ ജയ്സ്വാളും ഈ പറഞ്ഞ സൂര്യവംശിയും കൂടെ ചേർന്നിട്ട് കൊടുത്ത ഒരു സ്റ്റാർട്ട് വളരെ മികച്ചൊരു സ്റ്റാർട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ 72 റൺസാണ്. 2 വിക്കറ്റ് നഷ്ടപ്പെട്ടു എങ്കിലും 72 റൺസ് ഈ പറഞ്ഞ പോലെ അവർക്ക് നേടാൻ കഴിഞ്ഞു. 19 ബോളിൽ 49 റൺസുമായിട്ട് ജയ്സ്വാൾ പുറത്തായി. അതിനുശേഷം ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന മത്സരം അങ്ങനെ ആരും കളിച്ചിരുന്നില്ല. ഈ ധ്രുവ ജൂറൽ അവസാനം കളിച്ചെങ്കിലും കുറേയൊക്കെ ഈ പറയുന്ന പോലെ നിന്നിട്ട് ഒരു ടച്ച് കിട്ടാത്ത രീതിയിലോട്ട് ധ്രുവ ജൂറൽ വീണ്ടും എത്തുകയും ഈ പറയുന്ന കളി കുറച്ചുകൂടെ ടൈറ്റ് ആക്കാനായിട്ട് ഇടയാകുകയും ചെയ്തു ധ്രുവ ജൂറലിന്റെ ആ ഒരു ബാറ്റിംഗ് കൊണ്ട്. പക്ഷെ അവസാനം ധ്രുവ ജൂറൽ കുറച്ച് അടിച്ചെങ്കിലും അവസാനം പ്രതീക്ഷയുള്ളത് ജൂറൽ ആയിരുന്നെങ്കിലും ഈ പറയുന്ന മധ്യ ഓവറുകളിലൊക്കെയും ജൂറലിന്റെ മെല്ലപ്പോക്ക് ഒരു ജയത്തിന്റെ ആ പറയുന്ന ഒരു ഡീപ്നെസ് കൂട്ടിയതാണ്, അല്ല ആഘാതം കൂട്ടിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ തോൽവിയിലേക്ക് തള്ളിവിടാനായിട്ട് അല്ലെങ്കിൽ കൈവിട്ട് പോകാനായിട്ട് അത്ര അകലം എത്തിച്ചത് ആ ഒരു മെല്ലപ്പോക്ക് തന്നെയാണ്.
ഹെറ്റ്മേർ വീണ്ടും ഒരിക്കൽ കൂടി ഫ്ലോപ്പ് ആകുന്നു. അതുപോലെ തന്നെ ഈ ശുഭൻ ദുബെ ഈ പറയുന്ന പോലെ മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ് അവിടെ കാഴ്ചവെക്കുന്നു. ഒരു പ്രതീക്ഷ ഈ പറയുന്ന പോലെ രാജസ്ഥാൻ ആരാധകർക്ക് കൊടുക്കുന്ന ഒരു 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 പ്ലേ തന്നെയായിരുന്നു ഈ പറയുന്ന ശുഭൻ ദുബെ അവിടെ കാഴ്ചവെച്ചത്. പിന്നീട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും ഇല്ലായിരുന്നു. RCB ബൗളേഴ്സ് ഈ പറയുന്ന പോലെ ഇവിടെ വരെ 11 റൺസിനാണ് RCB ജയിച്ചത്. പക്ഷെ എത്ര റൺസിന് ജയിച്ചാലും അതൊരു പ്രശ്നമല്ല, ജയം എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെ ആദ്യം അവർക്ക് വേണ്ടതും ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അവർക്ക് കിട്ടേണ്ടത് ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ആ കോൺഫിഡൻസ് അവർക്ക് കിട്ടി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, RCB ഫാൻസ് എല്ലാം പറയുന്നത് ഈ പറയുന്ന പോലെ ഹോം ഗ്രൗണ്ടിൽ ഈ പരാജയത്തിന് വെച്ചിട്ട് അവരെല്ലാം പറയുന്നത് ടോസ് കിട്ടിയാലേ ജയിക്കും എന്നുള്ളതാണ്. അപ്പം പക്ഷെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന പോലെ ടോസ് കിട്ടിയാലും ഇല്ലെങ്കിൽ അതൊരിക്കലും ഒരു ഈ പറയുന്ന അതല്ല റിസൾട്ട്. ടോസ് കിട്ടുന്നത് ആർക്കാണോ അതൊരിക്കലും ഒരു റിസൾട്ട് അല്ല. അപ്പം നിങ്ങൾക്ക് ടോസ് കിട്ടിയാലും ഇല്ലെങ്കിലും ആദ്യ ബാറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ അവിടെ എങ്ങനെ വിജയിക്കാം കാര്യങ്ങൾ കണ്ടെത്തി അവിടെ അങ്ങനെ മത്സരിക്കുക. അപ്പൊ അവിടെ നിങ്ങൾക്ക് മികച്ചൊരു ടോട്ടൽ വേണമെങ്കിൽ അത് ടോട്ടൽ എടുത്തതിന് ശേഷം അവരെ പ്രതിരോധത്തിലാക്കുക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അല്ലാണ്ട് ടോസ് കിട്ടിയത് കൊണ്ട് RCB തോറ്റു എന്നുള്ള രീതിയിലോട്ട് ഞാൻ പോകാനൊട്ടും ഞാൻ ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നില്ല. എന്തായാലും RCB ഈ പറഞ്ഞ ഒരു വിജയം ഈ പറഞ്ഞ അവർക്ക് ഹോം ഗ്രൗണ്ടിൽ അത്യാവശ്യമായിരുന്നു. അവരുടെ കോൺഫിഡൻസ്, കാരണം ഇനിയും കുറച്ച് ഏറെ കളികൾ ഈ പറഞ്ഞ 3-4 കളികളോട് ഇനിയും ഹോം ഗ്രൗണ്ടിൽ വരാനുണ്ട്. അപ്പൊ അത് അവർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ചെറുതൊന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും RCB ഈ പറഞ്ഞ വീണ്ടും ഒരു വിജയ പാതയിലെത്തി. 2 മത്സരങ്ങൾ അടുപ്പിച്ച് ഇപ്പം RCB ജയിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞായിരുന്നു RCB ഈ മത്സരത്തിൽ തോക്കാൻ സാധ്യതയുണ്ടെന്ന്. അത് വേറെ ഒന്നും കൊണ്ട് നമ്മൾ പറഞ്ഞതല്ല. കാരണം RCB കഴിഞ്ഞ ആദ്യത്തെ 2 മത്സരങ്ങൾ ജയിച്ചതിന് ശേഷം പിന്നീട് ഇങ്ങോട്ടും തോൽവി ജയം എന്നിങ്ങനെ ആണ് കടന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഊഹം വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് നമ്മൾ ഒരു ഗസ് അടിച്ചതാണ് ആ ഒരു സംഭവം, RCB തോക്കും എന്നുള്ളൊരു സംഭവം. കാരണം കഴിഞ്ഞ മത്സരത്തിൽ RCB ജയിക്കുകയായിരുന്നു. ഈ മത്സരത്തിൽ ഈ പറയുന്ന പോലെ തോക്കും, അതായത് അങ്ങനെയാണ് കണ്ടുവരുന്നത്. തോക്കും ജയിക്കും അങ്ങനെ വരുന്നത്. ഞാനത് ഫണ്ണി ആയിട്ട് തന്നെ അങ്ങനെ അവതരിപ്പിച്ചതാണ്. അപ്പം അത് പക്ഷെ കുറെ RCB ഫാൻസ് ഭയങ്കര ഫീലിങ്സോടെ തന്നെ ആ കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ RCB തോക്കും എന്നുള്ളൊരു പ്രവചനം നടത്തി എന്നുള്ള രീതിയിലോട്ടൊക്കെ ആയി. പക്ഷെ അത് ഞാൻ വളരെയധികം ഞാൻ എൻജോയ് ചെയ്തെടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ RCB ഫാൻസിനോട് അങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റി. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലെ റീൽസിന്റെ അടിയിൽ ഒത്തിരി പേര് കമന്റ്സ് ചെയ്തു. മോശമായിട്ടൊക്കെ കമന്റ് ചെയ്തൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ. നിങ്ങൾ മോശമായിട്ടൊക്കെ ഇഷ്ടംപോലെ കമന്റ്സ് ഉണ്ട് RCBക്കെതിരെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് പേരിൽ. പക്ഷെ ഞാൻ എല്ലാം വളരെയധികം നല്ല എൻജോയ് ചെയ്തു. കുറെ അധികം നല്ല പോയിന്റ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ഷോർട്സ് നമ്മൾ എന്തായാലും വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം എന്തായാലും RCBയുടെ ഒരു വിജയം ശരിക്കും പറഞ്ഞൊരു മാധുര്യമുള്ളത് തന്നെയാണ്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം.